ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ. വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി. തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ. കാലം പല കടന്നവർ വാഴുമല്ലോ. പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. ഋഷി പറയണം. ഇനി ഞാൻ നിനക്കൊരു മലയും കൊണ്ട് താതീത്തു ഇവളെ മതിയാണ്. ഇനി വേണം നമ്മൾ സൗണ്ട് ചെക്കുകളിൽ എപ്പോഴും മണിച്ചേട്ട പാട്ടേ പാടും. അപ്പൊ നമുക്ക് മേളിൽ നിന്ന് ഒരു വരം തരുകയാണ്. പാടറാ മോനെന്ന് പറഞ്ഞിട്ട് മനസ്സിലായ? അതാണ് അതിന്റെ ഉള്ളിലെ കുട്ടൻസ്. ഏതാ പോണ നമ്മള് പൊട്ടനല്ലേ? കൂര പിടിക്കാം, കൂട്ടിലടക്കാം, പുറകെ നടക്കാം, പൊരുതിയെടുക്കാം, മണ്ണിലടക്കാം, മാന്തിയെടുക്കാം, കൊത്തിയെടുത്തത് കൊത്തിലടക്കാം, കൂര പിടിക്കാം, കൂട്ടിലടക്കാം, പുറകെ നടക്കാം, പൊരുതിയെടുക്കാം, മണ്ണിലടക്കാം, മാന്തിയെടുക്കാം, കൊത്തിയെടുത്തത് കൊത്തിലടക്കാം. ഋഷി ഇങ്ങനെ യുവാക്കളുടെ തലയിൽ തീ പിടിപ്പിച്ചവനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. ഈ പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നുമായിട്ടില്ല. പാട്ടിലൂടെ രാഷ്ട്രീയവും ആശയങ്ങളും പങ്കുവെക്കുന്ന വേടൻ പകർന്ന തീ പുകയായി മാറിയത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കഞ്ചാവ് കേസിന് പിന്നാലെ പുലിപ്പലി കേസ് വന്നതോടെ വേടൻ പുലിവാല പിടിച്ചു. പുലിപ്പലി കേസിൽ വേടൻ അഴിക്കുള്ളിലാകുമോ? റാപ്പർ വേടനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷയും വേടന്റെ ജാമ്യാപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഇദ്ദേഹത്തിന് മദ്രാസിൽ ഒരു ഗാനമേള, ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK, ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് UK പൗരന്മാരാണ്, ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതിലാണ് അവർ കുറച്ച് പേര് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് അവരുമായിട്ട് ബന്ധം അങ്ങനെ ഡയറക്റ്റ് എന്നുള്ള ബന്ധമില്ല, ജസ്റ്റ് അന്നുള്ള ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ബന്ധമുണ്ടെന്നാണ് പുള്ളി ആദ്യത്തെ ഇതിൽ പറഞ്ഞു വിടുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു? ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയാമത്. താൻ വലിക്കുകയും കുടിക്കുകയും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ വേടൻ പ്രതികരിച്ചു. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടൻ 2ാം പ്രതിയാണ്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് FIR. താൻ കള്ളും കുടിക്കും കഞ്ചാവും വലിക്കുമെന്നാണ് വേടൻ പറഞ്ഞത്. വെറും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവരെയും വേടനെ അനുകൂലിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ കണ്ടു. ലഹരി കേസിൽ വേടനെ വേട്ടയാടുകയാണോ? അയാളുടെ കേസിനെ മതത്തിന്റെ പേരിൽ ലഘൂകരിക്കാൻ കഴിയുമോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, കഞ്ചാവ് കേസിന് പിന്നാലെയാണ് പുലിപ്പല്ലി കേസ് വേടനെതിരെ വന്നത്. അതായത് കഞ്ചാവ് കേസിൽ 2ാം പ്രതി, പക്ഷെ പുലിപ്പല്ലി കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. എന്താണ് വനംവകുപ്പിന്റെ നീക്കം? ഈ വേടന്റെ ജാമ്യാപേക്ഷയും വനംവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ടോം, പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഈ കേസ് പരിഗണിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12 മണിക്ക് ശേഷമാണ് കോടതിയിലേക്ക് ഹാജരാക്കിയത്. പ്രധാനമായും തന്നെയും ഇതിൽ പറയുന്നത്, വനം വകുപ്പ് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ പുലിപ്പല്ല ഇയാളുടെ കൈവശം വന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തത വേണം, കുറച്ചുകൂടി ആധികാരികമായ വിശദീകരണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വേടൻ നൽകിയിരിക്കുന്ന വിശദീകരണം, ഒന്നാമത്തേത് തനിക്ക് ഇത് യഥാർത്ഥമാണെന്ന് അറിയില്ലായിരുന്നു എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഇത് ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു. ചെന്നൈയിലെ ഒരു സംഗീത പരിപാടിയിൽ വെച്ച് സമ്മാനിച്ചതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും കൃത്യമായൊരു വിശദീകരണം ഈ കാര്യങ്ങളിൽ ആവശ്യമുണ്ട്. അതിൽ ആദ്യത്തേതിൽ ഇത് യഥാർത്ഥമാണോ എന്നറിയില്ല എന്നൊരു സംഭവം വരുമ്പോൾ ഈ വനം നിയമപ്രകാരം അത് കുറച്ച് ഗൗരവതരമായ വകുപ്പുകൾ ഉള്ളതാണ് വനനിയമം.
അതിൽ ഈ വനസംരക്ഷണ നിയമത്തിൻ്റെ വനസംരക്ഷണ ആ പട്ടികയിലെല്ലാം വരുന്ന വന്യമൃഗങ്ങളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങൾ, അത് ഇപ്പോൾ ആനയുടേത് ആനക്കൊമ്പോ മറ്റോ ആണെങ്കിലും പുലിയുടേത് പുലി നഖവും മറ്റ് തോലുകളും ആ സംഭവങ്ങളെല്ലാം തന്നെ പല്ലുകളും ഇതെല്ലാം ഈ പട്ടികയിലെല്ലാം തന്നെ വരുന്നതാണ്. അത് പിന്നീട് സൂക്ഷിക്കണമെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും സൂക്ഷിച്ചാൽ പോലും അത് ഒരേപോലെ കുറ്റകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലും ഇത് അറിഞ്ഞില്ല എന്നത് ഒരിക്കലും ഒരു ഒഴിവാകുന്നില്ല. അതിൽ തീർച്ചയായും അറിഞ്ഞുള്ള കുറ്റം തന്നെയായിട്ട് അത് മാറുകയും ചെയ്യും. മറ്റൊന്ന്, ഈ സുഹൃത്ത് സമ്മാനമായി നൽകിയതാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ സുഹൃത്തിനെ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വേടൻ നൽകിയിരിക്കുന്ന വിശദീകരണം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തനിക്ക് പരിചയമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വനംവകുപ്പ് പരിശോധിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഈ രജേഷ് കുമ്പിടി എന്ന് പറയുന്ന ആൾ ശ്രീലങ്കനായ ഒരാൾ, അയാളിപ്പോൾ UK മാറിയിട്ടുണ്ട്. അവരുടെ ഒരു സുഹൃത്തുക്കളും ഉൾപ്പെടുന്നവരെയാണ് ചെന്നൈയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവർ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്ന വിവരങ്ങളെല്ലാം തന്നെ വേടൻ കൈമാറിയെന്ന് പറയുന്നു. ഒപ്പം വേടൻ നല്ല രീതിയിൽ തന്നെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒന്നും തന്നെയും മറച്ചു വയ്ക്കുന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ സുഹൃത്തിനെ സംബന്ധിച്ചതും ഇത് സമ്മാനമായി നൽകിയതാണ് എന്ന് സംബന്ധിച്ചുമുള്ളതാണ് വിശദീകരണം. ഇനി ഈ കാര്യത്തിൽ ഈ സുഹൃത്ത് വിശദീകരിക്കണം. പക്ഷേ അത് എത്രമാത്രം സാധ്യമാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇയാൾ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. മാത്രവുമല്ല, ഇയാൾ ശ്രീലങ്കൻ ഒറിജിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൽകിയിരിക്കുന്ന ഒരു വിവരം അതാണ്. UK പോയിരിക്കുകയാണെങ്കിൽ എത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ സാധ്യമാകുമെന്നതെല്ലാം ഇനി അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ നിലവിലെ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് ഈ വേട്ടയാടൽ അടക്കമുള്ള വകുപ്പുകൾ ഇതിലേക്ക് വരും. അതങ്ങനെ എങ്ങനെ കിട്ടി എന്നതെല്ലാം തന്നെ ആദ്യമായി വനം വകുപ്പ് ഈ വകുപ്പുകളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 9 വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ 3 മുതൽ 7 വർഷം വരെയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളെല്ലാം തന്നെ ഇതിൻ്റെ പരിധിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് സമ്മാനമായി കിട്ടിയതാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത് അത് വേടനാണ്. വേടൻ അത് തെളിയിക്കണം. സുഹൃത്തിനെ കൊണ്ടടക്കം ഇത് കാര്യങ്ങൾ വിശദീകരണം നൽകുകയും വേണം. അല്ല എങ്കിൽ ഈ കേസിൻ്റെ ഗുരുതര സ്വഭാവമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും. നിലവിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്ന് കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷയും ഇന്ന് വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ ഇന്ന് കോടതി ഉച്ചയ്ക്ക് ശേഷം 2:30-ക്ക് ശേഷം പരിഗണിക്കും. അതോടൊപ്പം വേടൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയും പരിഗണിക്കും. ഇന്ന് കോടതിയിൽ വേടൻ നേരത്തെ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ പറഞ്ഞതുപോലെ തനിക്കിത് ഒറിജിനാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. ഇത് ഒറിജിനാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും, ആധികാരികമായ രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ അത് അറിയാതെയാണ് സൂക്ഷിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ വനനിയമം വളരെ കർക്കശമാണ്. അത് വളരെ കർക്കശമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ന് രാവിലെ മന്ത്രി AK ശശീന്ദ്രനും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് കോടതി മുൻപാകെ നടന്നിരിക്കുന്നത്. ഇന്ന് 2:30-ക്ക് ശേഷമാണ് ഈ കാര്യങ്ങൾ പരിഗണിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ വേടനെ അനുകൂലിച്ചും എതിർത്തും വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഈ വേടനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അയാളുടെ ജാതിവാദമൊക്കെ ഉയർത്തുന്നവരുണ്ട്. ഒരു 5 ഗ്രാം കഞ്ചാവല്ലേ പിടിച്ചത്, എന്തിനാണ് വേടനെ ഈ രീതിയിൽ ആക്രമിക്കുന്നത്? അവിടെ മോഹൻലാലിൻ്റെ പഴയ ആനക്കൊമ്പ് കേസും കലാഭവമണിക്കെതിരായിട്ടുള്ള പഴയ കേസുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വേടന്റെ കേസിനെ അവർ ലഘൂകരിക്കുന്നത്. ഇയാളൊരു സെലിബ്രിറ്റിയാണ്, അയാളുടെ ജാതിയുടെ പേരൊക്കെ പറഞ്ഞ് ഇനിയും അങ്ങനെ ഈ കേസിനെ അങ്ങനെ ലഘൂകരിക്കാൻ കഴിയുമോ ഡാനി? കാരണം ഇത് വെറും 5 ഗ്രാം കഞ്ചാവല്ലെന്ന് ചോദിച്ചാൽ പോലും ഇയാളൊരു ഇൻഫ്ലുവൻസറാണ്. കാരണം അത്രയധികം ഈ നാട്ടിലെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിഞ്ഞു. 10-15,000 ചെറുപ്പക്കാരാണ് ഇയാളുടെ പാട്ട് കേൾക്കാൻ, ഇയാളുടെ വാക്കുകൾ കേൾക്കാൻ അവിടെ എത്തിയത്. നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നത് അത് ചെകുത്താനാണെന്ന് പറയുന്ന വേടൻ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നു. കഞ്ചാവിനിപ്പോൾ പ്രശ്നമില്ല എന്ന രീതിയിലുള്ള സന്ദേശം കൂടി അവിടെ ഇയാൾ നൽകുകയല്ലേ ഡാനി? ടോം, ഇതിൽ ഒരു കുറ്റകൃത്യത്തിനെയും ഒരു നിയമലംഘനത്തിനെയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് മായ്ക്കുവാനോ മറയ്ക്കുവാനോ കഴിയില്ല. കാരണം കുറ്റകൃത്യങ്ങളെന്നും ആ കുറ്റകൃത്യങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ സെലിബ്രിറ്റികളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് അത് അറിയുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്യും. കാരണം അവരത് ഉപയോഗിക്കുമ്പോൾ
ന്യൂനപക്ഷമെങ്കിലും ഒരുപക്ഷെ ഇതിനൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം അത് ഒരു അനുകരണീയമായ ഒരു രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലുള്ള സമൂഹമായ തിന്മകളെയും അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളെയും ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ലഘൂകരിച്ച് കാണാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ നിയമവ്യവസ്ഥയും അക്കാര്യത്തിൽ യാതൊരു ഇളവും സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിരക്ഷയോ അങ്ങനെയൊന്നും തന്നെ നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് എന്നുണ്ട്. അതെല്ലാം തന്നെ ഇത്തരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരിളവും നൽകാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുന്നത് ഈ ലഹരിയുടെ അമിത ഉപയോഗത്തിനെതിരെയും ലഹരിയെ സാർവത്രികമാകുന്നതിനെതിരെയും എല്ലാം വലിയ രീതിയിൽ തന്നെ ക്യാമ്പയിനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഉയരുന്നൊരു പ്രധാന ആക്ഷേപം എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രഗ് കാർട്ടലുകളിലേക്ക് ഒന്നും തന്നെ അന്വേഷണം ചെല്ലുന്നില്ല, അവരെ പിടികൂടുന്നില്ല എന്നതടക്കം പറയുന്നു. 5 ഗ്രാമും 6 ഗ്രാമും എല്ലാം കഞ്ചാവ് കൈവശം വയ്ക്കുന്ന ഈ സെലിബ്രിറ്റികളെ എന്തിനാണ് ഈ രീതിയിൽ വേട്ടയാടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു മറുപക്ഷം കൂടിയുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുക, അവിടെ ദിനം പ്രതി എന്നോണം കഞ്ചാവ് വന്നിറങ്ങുന്നുണ്ട്. ചാക്ക് കണക്കിന് കഞ്ചാവ് അവിടെ നിന്ന് സീസ് ചെയ്യുന്നുണ്ട്. 10 കിലോ മിനിമം അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒറീസയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വരുന്ന ട്രെയിനിലും മറ്റും. നമ്മൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒട്ടനവധി പേർ അതിനെ പിടികൂടുന്നു. അതിലൊരു ചെറിയ വാർത്തയും കാര്യങ്ങളും എല്ലാമായിട്ട് തന്നെ ദിനം പ്രതി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും കാര്യങ്ങൾ തിരിയുന്നു എന്നതാണ് അതിന് പ്രധാനമായും ഒരു ഉദ്ദേശം പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോകുന്നൊരു ഉപയോഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഉപഭോക്താക്കളായിട്ടെല്ലാം തന്നെ ഇവർ മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരം അറസ്റ്റിലേക്കോ ഇത്തരം നടപടികളിലേക്കോ ചെല്ലുമ്പോൾ അതിൽ കുറേ കൂടി അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് ഉപയോഗിക്കാനുള്ളൊരു പ്രവണത കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനിടയിലുള്ളൊരു വിതരണ ശൃംഖല തകർക്കുന്നതിന് ഇതെല്ലാം തന്നെ ഈ നടപടികൾ കാരണമാകുന്നുണ്ട്. ആരെയെങ്കിലും ഒരാളല്ല എവിടേക്കും ചെല്ലാൻ കരുത്തുള്ളവരായി നിയമ സംവിധാനങ്ങൾ മാറുന്നുണ്ട്. അതിന് ഒരു മടിയും മറയുമില്ലാതെ തന്നെ കടന്നു ചെല്ലാൻ എക്സൈസിനും പോലീസിനും കഴിയുന്നുണ്ട് എന്ന രീതിയിലേക്ക് സമൂഹത്തിന് ഒരു ഉറപ്പ് നൽകേണ്ട ബാധ്യത ഇവിടുത്തെ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമിൻ്റെ കണക്കെടുക്കാതെ തന്നെ ഇത് ഉപയോഗിക്കുന്നവരിലേക്ക് എത്താനും ഈ ഒരു നടപടികൾ തുടർന്നു കൊണ്ടുപോകാനും അവർ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പി വിമലാദിത്യ പറഞ്ഞതുപോലെ പൊതുസമൂഹം ഇത് നന്നായി സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നതിന് ഇന്നിടങ്ങളിലെല്ലാം തന്നെ ഇത് നടക്കുന്നുണ്ട് എന്ന വിവരം നൽകുന്നതിനെല്ലാം അവരുടെ ഒരു സഹായം ഇത്തരം നടപടികളിലൂടെ സാധ്യമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ വേടൻ്റെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നതും ഇത്തരം ഒരു പൊതുവിവരങ്ങളിൽ നിന്ന് തന്നെയാണ്. ചില സൂചനകൾ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിരീക്ഷണമടക്കം അവിടെ ശക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു നടപടികൾ അത് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകും. അത് അങ്ങനെ തന്നെയാണ് സംവിധാനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ മറ്റൊരു രീതിയിലേക്ക് നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്ര കണ്ട് ഇതുമായി തുലനം ചെയ്യാൻ കഴിയുമോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഈ നിയമം ലംഘിക്കുന്നവർ ആരായാലും അവർക്ക് കൃത്യമായ രീതിയിൽ അത് ആര് തന്നെയായാലും അവർക്ക് നടപടികൾ ആവശ്യമാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നക്ഷത്രത്തിളക്കം കൊണ്ട് മായ്ക്കുവാനോ മറയ്ക്കുവാനോ കഴിയുന്ന നിറത്തിന്റെയോ ജാതിയുടെ പേരിലല്ല, കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർശനമായ നടപടിയാണ് വേണ്ടത്. ഇവിടെ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, കഴിഞ്ഞ ദിവസം പിടിയിലായ 2 സംവിധായകർ, ഇവരാരും അവരുടെ ജാതിവാദം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറത്തിന്റെ വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല. ഇവിടെ അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഏത് പ്രതിഭയാണെങ്കിലും തെറ്റ് ചെയ്താൽ, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശം നൽകിയാൽ അവർക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് വേടനെതിരായിട്ടുള്ള കേസിലും സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വേടനെ അനുകൂലിക്കുന്നവരും മനസ്സിലാക്കുകയാണ് വേണ്ടത്.